കായംകുളം പുതിയവിള ഹരിമുരളി സംഗീതാലയത്തിന്റെ ഈ വർഷത്തെ സംഗീത വിദ്യാരംഭം നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം അധ്യാപക അവാർഡ് ജേതാവ് മാങ്കുളം GK നമ്പൂതിരി നിർവഹിച്ചു. കായംകുളം പുതിയവിള ഹരിമുരളി സംഗീതാലയത്തിന്റെ നേതൃത്വത്തിൽ സംഗീത വിദ്യാരംഭ ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം അധ്യാപക അവാർഡ് ജേതാവ് മാങ്കുളം GK നമ്പൂതിരി നിർവഹിച്ചു. ജപകോടി ഗുണം ധ്യാനം, ധ്യാനകോടി ഗുണം ലയം, ലയകോടി ഗുണം ഗാനം, ഗാനാൽ പരതരം നഹി എന്ന വാക്യം സംഗീതത്തിൻ്റെ പരമമായ ഔന്നത്യത്തെ സൂചിപ്പിക്കുന്നു. അതായത് സംഗീതത്തിനപ്പുറം ധ്യാനമോ ജപമോ ലയമോ ഇല്ല എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള പരമ ഉദാത്തമായ സംഗീതകലയെ ഉപാസിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. രണ്ട് തരത്തിൽ ബ്രഹ്മമുണ്ട്. ഒന്ന് സാക്ഷാൽ പരബ്രഹ്മവും മറ്റേത് നാദബ്രഹ്മവും. നാദബ്രഹ്മത്തിൽ നിഷ്ണാതരാകുന്നവർക്ക് പരബ്രഹ്മത്തെ പ്രാപിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് ഒരു വചനമുണ്ട്. അപ്പോൾ അങ്ങനെ പരമമായിരിക്കുന്ന സംഗീതത്തിൻ്റെ വിദ്യയുടെ ആരംഭം ഇന്ന് നിങ്ങൾ കുറിച്ചിരിക്കുകയാണ്. ഒരു വലിയ മഹാസമുദ്രത്തിലേക്ക്, എഴുത്തിൻ്റെ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ മഹാസമുദ്രത്തിലേക്ക് നീന്തുന്ന പോലെ സംഗീതത്തിൻ്റെ മഹാസമുദ്രത്തിലേക്ക് നിങ്ങൾ നീന്താൻ തുടങ്ങുകയാണ്. സരസ്വതി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കലകളാണ് സംഗീതവും സാഹിത്യവും. സംഗീതമപി സാഹിത്യം സരസ്വത്യ സ്തനദ്വയം ഏകം ആപാദമതിലും അന്യതാലോചനാമൃതം എന്നൊരു മഹാൻ പാടിയിട്ടുണ്ട്. സംഗീതവും സാഹിത്യവും സരസ്വതി ദേവിയുടെ രണ്ട് സ്തനങ്ങളാണ്. ഒന്ന് ആപാദമധുരമായിരിക്കുമ്പോൾ മറ്റൊന്ന് ആലോചനാമൃതമായിരിക്കും. സംഗീതം പതിക്കുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക്, ചെവിയിലൂടെ ഇറങ്ങി മനസ്സിലേക്ക് തന്നെ ലയിക്കും. വലിയ ആഹ്ലാദമുണ്ടാകും. തുടർന്ന് വിദ്യാലയ പ്രിൻസിപ്പളും സംഗീതജ്ഞയുമായ AE ശ്രീകുമാരി സംഗീതത്തിന്റെ ആദ്യ സ്വരപാഠം പകർന്നു നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രസാദ വിതരണവും നടത്തി. CDNet ന്യൂസ്, കായംകുളം.